കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമത്തിൽ രോഗികൾ വലയുകയാണ്. കുടിശ്ശികയായ 75 കോടി രൂപ കൊടുത്തു തീർക്കാതായതോടെ കമ്പനികൾ മരുന്ന് വിതരണം നിർത്തിവെച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. 2023 ഡിസംബർ വരെയുള്ള കുടിശ്ശിക മാർച്ച് 31-നകം ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മരുന്ന് വിതരണം പുനരാരംഭിക്കൂ എന്ന് കാണിച്ച് ആരോഗ്യമന്ത്രിക്കും മെഡിക്കൽ കോളേജ് അധികൃതർക്കും വിതരണക്കാർ കത്തയച്ചിട്ടുണ്ട്. മരുന്നുക്ഷാമം രൂക്ഷമായതോടെ ശസ്ത്രക്രിയയും പ്രതിസന്ധിയിലായി. കിഡ്നി പേഷ്യൻ്റ് ആയിട്ട് വന്നു. ഇല്ല, മരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി അവിടെ കുറേ നേരം ലൈനിൽ നിന്നു. അവിടുന്ന് ഇത് ചോദിച്ചപ്പോൾ മരുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ പുറത്ത് ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാനല്ല, പൂട്ടിയിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ചോദിച്ചു നോക്കുമ്പോൾ ഇവിടെയില്ല. ഇങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നോമ്പൊക്കെ നോറ്റാണ്ട് നമ്മളിങ്ങനെ അവർ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഭാര്യയ്ക്ക് മരുന്നാണ്ടൊന്നും വരുന്നുണ്ടായിരുന്നു, അതൊന്നും കിട്ടിയില്ല. പിന്നെ വാൾവ് മെയിൻ ഓപ്പറേഷൻ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇല്ലാതെ ഡോക്ടർമാർ നേരത്തെ സൂചിപ്പിച്ചു ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനേക്കാളും ബുദ്ധിമുട്ട്. ഇപ്പോൾ 30-35 രൂപേൻ്റെ സാധനം മേടിച്ചു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ വാൾവ് പെട്ടെന്ന് മേടിക്കാൻ പറഞ്ഞു. ഞാൻ മേടിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കോഴിക്കോട്ട് നിന്ന് സാനിയോ മനോമി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് സാനിയോ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അതിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യം നമ്മൾ കുറെ കാലമായി ആവർത്തിക്കുന്നതുമാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പരിഹരിക്കുമോ? സുജയ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ മരുന്നുക്ഷാമം വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കുറച്ച് തുക അനുവദിക്കും, അങ്ങനെയാണ് അത് പരിഹരിച്ചു പോന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ 75 കോടി രൂപയുടെ കുടിശ്ശികയായതോടുകൂടി ഒരു തരത്തിലും മരുന്ന് വിതരണം നടത്താൻ സാധ്യമല്ല എന്ന് കാണിച്ചുകൊണ്ട് മരുന്ന് വിതരണ കമ്പനികൾ ഈ മാർച്ച് 10 മുതൽ വിതരണം നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇന്നേക്ക് 5 ദിവസമായിരിക്കുന്നു മരുന്ന് വിതരണം നിർത്തിയിട്ട്. സ്റ്റോക്കിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന മരുന്നുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണാനാവുന്നത്. നമ്മളോട് സംസാരിച്ച ആളുകൾ തന്നെ അവശ്യ മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഒന്നും കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളായ സ്റ്റെന്റ് പോലുള്ള കാര്യങ്ങളും കിട്ടാതായതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പല ശസ്ത്രക്രിയകളും മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇന്നലെയൊക്കെ ഓർത്തോ വിഭാഗത്തിലൊക്കെ ശസ്ത്രക്രിയകൾ മുടങ്ങിയതായാണ് രോഗികൾ അറിയിക്കുന്നത്. ഡിസംബർ 31 വരെയുള്ള കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർത്താൽ മാത്രമേ തങ്ങൾ മരുന്ന് വിതരണത്തിന് തയ്യാറാകൂ എന്നാണ് ഇപ്പോൾ വിതരണക്കാരുടെ കമ്പനി അറിയിക്കുന്നത്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ആരോഗ്യമന്ത്രിക്കും മെഡിക്കൽ കോളേജ് അധികൃതർക്കും കത്തയച്ചിട്ടുണ്ട്. ഇനിയും കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ബാക്കിയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമയം ഇനിയും വൈകുമെങ്കിൽ തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു മരുന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ തന്നെ വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ് അവിടെയുള്ളത്. കാരുണ്യ സ്കീം അനുസരിച്ച് അടക്കമുള്ള മരുന്നുകളാണ് ലഭ്യമല്ലാത്തത്. എന്നാൽ ഉടൻ തന്നെ കാരുണ്യ സ്കീം അനുസരിച്ച് 150 കോടി അനുവദിക്കാൻ പോവുകയാണ് എന്ന് മന്ത്രിയുടെ ഓഫീസിൽ നടക്കം വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും അതിനുള്ള നടപടികൾ ആയിട്ടുണ്ട് എന്ന് നമുക്കും വ്യക്തതയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഈ കാര്യമെല്ലാം മന്ത്രിയുടെ ഓഫീസിലേക്ക് അറിയിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ ഇതിന് പരിഹാരമാകുമെന്നാണ് പറയുന്നത് എന്നാണ്. ഏതായാലും രോഗികൾ വല്ലാതെ വലയുക തന്നെയാണ്. ഓക്കെ, സാനിയോ മനോമിയാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ബ്രേക്കിംഗ് അവേഴ്സിൽ ചേർന്നത്.